സ്മൃതി, അൻവറിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ വലിയ രീതിയിൽ മാറിയിട്ടുണ്ടെന്നുള്ളതാണ് ഇല്ലേ? ഇത്രയും വലിയ കാഴ്ചപ്പാടുകളോടുകൂടിയാണ് അൻവർ പോകുന്നതെന്നുള്ളത് ഈ പറയുന്ന 3-4 ദിവസത്തെ ചർച്ചയിൽ നിന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. കാരണം തുറപ്പിച്ചിട്ട് കയ്യിൽ വെച്ചിട്ടാണ് ഓരോ ദിവസവും രാവിലെ വെട്ടുന്നത്. അപ്പോൾ ഇന്ന് ഈ പറഞ്ഞ വർഗീയ നിലപാട്, ഇന്നലെ എം വി ഗോവിന്ദൻ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അൻവറിന് പിന്തുണ ആരുടെയൊക്കെയാണ്? ഒന്ന് UDF, ഒന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ, ഒന്ന് SDPIൻ്റെ പിന്തുണ, പിന്നെ ബാക്കി വരുന്ന വർഗീയ കക്ഷികളുടെ എല്ലാം പിന്തുണയുണ്ട് എന്ന് പറഞ്ഞ അൻവറിന് ഇന്ന് മതേതര പ്രസ്ഥാനമായ DMKൻ്റെ കൂടി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ചെന്നൈയിലേക്ക് പോകുന്ന അൻവറിനെയാണ് നമ്മൾ കാണുന്നത്. അപ്പം ഓരോ ദിവസവും അൻവർ ഉയർത്തുന്ന രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത രാഷ്ട്രീയങ്ങളാണ്. ഈ അൻവർ ഉയർത്തുന്ന രാഷ്ട്രീയം മലബാറിലുണ്ടാക്കുന്ന ചലനം അത്ര ചെറുതല്ല. ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞ പോലെ തന്നെ അവിടുത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങളിൽ ഉണ്ടാകുന്ന വ്യതിചലനവും വലിയ മാറ്റങ്ങളാണ്. കാരണം 1% വരെ കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞ മുമ്പത്തെ ഇലക്ഷനും ഈ CPM-നെ സപ്പോർട്ട് ചെയ്തത് മുഴുവൻ ഈ പറഞ്ഞ മുസ്ലിം ന്യൂനപക്ഷങ്ങളായിരുന്നു. ആ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കുറഞ്ഞതുകൊണ്ട് മാത്രമാണ് UDF-ന് അത്ര സീറ്റ് കിട്ടാതെ പോയത്. പക്ഷേ 90 സീറ്റ് കിട്ടി. എത്ര സീറ്റാണ്? 99 സീറ്റ് കിട്ടി എന്ന് പറഞ്ഞിട്ട് അഹങ്കരിക്കുന്ന LDF-ന് കിട്ടുന്ന ഏറ്റവും വലിയ അടിയായിരിക്കും അത്. കാരണം മുന്നീ പ്രാവശ്യം പറഞ്ഞാൽ ഈ പറഞ്ഞ 16 സീറ്റ് മലപ്പുറത്തുള്ളതിനകത്ത് 4 സീറ്റും അടുത്ത പ്രാവശ്യം ഇല്ല. കോഴിക്കോട് എത്ര മണ്ഡലങ്ങളാണ് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മണ്ഡലങ്ങളിലെ കൊടുവള്ളി പോലെയുള്ള ഇവർ ഭരിച്ചുകൊണ്ടിരുന്ന മണ്ഡലം ഇപ്പം അവരെ ഇല്ല ഓൾറെഡി. അത് തിരിച്ചു പിടിക്കാൻ അവരെ കൊണ്ട് ഒരു കാരണവശാലും പറ്റില്ല. ആ പറഞ്ഞ ബെൽറ്റിലുള്ള ഒരു മണ്ഡലങ്ങളും അവർക്ക് കുന്നമംഗലം, കുന്നംകുളം പോലെയുള്ള മണ്ഡലങ്ങളൊന്നും ഇവർക്ക് തിരിച്ചിട്ടാൻ പോകുന്നില്ല. കണ്ണൂർ ഇപ്പോൾ സിറ്റി ഇരിക്കുന്ന മണ്ഡലം, കണ്ണൂർ മണ്ഡലം ഇവർക്ക് തിരിച്ചു പിടിക്കുമോ? അപ്പോൾ അവിടെയൊക്കെ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ ഏറ്റവും പുതിയ വോട്ട് കിട്ടുന്ന മേഖലകളിലെല്ലാം ഇതുപോലെയുള്ള വലിയ പ്രശ്നങ്ങളുണ്ടാകും. അങ്ങനെ അൻവർ ഉയർത്തുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ മലയോര മേഖലയെ ബന്ധപ്പെട്ട രാഷ്ട്രീയമാണ്. മലയോര മേഖലയുമായ രാഷ്ട്രീയത്തിൻ്റെ ആദ്യത്തെ ദിവസം അൻവർ പറഞ്ഞത്, ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് അൻവർ പുറത്തു പോകാൻ മനസ്സിലുറച്ച സമയത്താണ് AK ശശീന്ദ്രനെ കിട്ടുന്നത്. AK ശശീന്ദ്രൻ ഒരു വേദി പങ്കിട്ട ദിവസം ഈ വനം വകുപ്പുമായി ഉന്നയിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടുത്തെ മലയോര മേഖലയിലെ ജനങ്ങൾ ഓരോ ദിവസവും ഉന്നയിക്കുന്ന പ്രശ്നങ്ങളാണ്. വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഈ ഉന്നയിക്കുന്നത് മുഴുവൻ. ആ ഏരിയ മുഴുവൻ തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്ന മേഖലകളാണ്. മലപ്പുറത്തിൻ്റെ ഒരു ഏരിയ മുഴുവൻ ഏകദേശം 11-12 മണ്ഡലങ്ങൾ തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന മണ്ഡലങ്ങളാണ്. പാലക്കാടിൻ്റെ എത്ര മണ്ഡലങ്ങളാണ് അതിർത്തി പങ്കിടുന്നത്? ഇടുക്കി ജില്ലയുടെ എത്ര മണ്ഡലങ്ങളാണ് അതിർത്തി പങ്കിടുന്നത്? വയനാട് ജില്ലയുടെ മണ്ഡലങ്ങൾ ഈ അതിർത്തി പങ്കിടുന്നില്ലേ? ഇതെല്ലാം തമിഴ്നാടുമായി ബന്ധപ്പെട്ടിട്ടല്ലേ? അപ്പോൾ ഇപ്പം അൻവർ ഉയർത്തിയ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ പറഞ്ഞ DMK-യുമായിട്ടുള്ള ബന്ധവും എന്ന് പറയുന്നത് ഈ പറഞ്ഞ CPM-ന് അത്ര ഒറ്റയടിക്ക് തടയാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ തടയാൻ പറ്റുമായിരുന്നെങ്കിൽ ഇന്നത്തെ രീതിയിൽ അൻവർ ഇങ്ങനെ ഒരു ചർച്ച നടത്തുന്നുണ്ടെന്നെങ്കിൽ ഇവർ അറിയണ്ടായിരുന്നോ? ഒരു കാര്യം ആരും അറിഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ വിശ്വസിക്കുന്നത് എന്താണെന്നറിയോ? ഈ MK സ്റ്റാലിനും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധം വെച്ചിട്ട് ഇവർ തടയാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും. ഈ പറഞ്ഞ അത്ര ചെറിയ കാര്യങ്ങളാണല്ലോ. അപ്പോൾ ചെറിയ കാര്യമല്ലല്ലോ നടക്കുന്നത്. അപ്പോൾ തമിഴ്നാടിൻ്റെ രാഷ്ട്രീയത്തിൽ അവരുടെ ഘടകകക്ഷി DMK-ൻ്റെ കൂടെ 2 സീറ്റിൽ ഇപ്പോൾ ആകെ CPM-ലുള്ള 2 പാർലമെൻറ്റ് സീറ്റിൽ 2 കൊടുത്ത DMK-ആണ്. അവരെ കൂടെ ഒന്നിച്ചിരിക്കുകയാണ്. അവിടെ എല്ലാ ശ്രമങ്ങളും അവർ നടത്താതിരിക്കുമോ? എല്ലാ ശ്രമങ്ങളും നടത്തും. പക്ഷേ അതിനെ കവർ ചെയ്തിട്ട് ഈ പറഞ്ഞ MK സ്റ്റാലിനെയും ഈ പറഞ്ഞ MK സ്റ്റാലിൻ്റെ മകനെയും സെന്തിൽ ബാലാജിനെയും രാജേനെയും അവരെ MM മുസ്തഫ അവരെ MP ആണ് അല്ലേ, അവരുടെ MP-നെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അൻവർ തീരുമാനിക്കുകയും അവരെ കാണാൻ കഴിയുക, അവരോട് ഡിസ്കഷൻ ചെയ്യാൻ നടത്തുക എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ കാര്യമല്ല. അതത്ര ചെറിയൊരു രാഷ്ട്രീയ ചലനമല്ല ഈ പറയുന്ന കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത്. അവിടെ ഈ DMK കൊണ്ടുവന്നിട്ട് എന്ത് കേരളത്തിൽ സംഭവിക്കും എന്നുള്ളതല്ല. പക്ഷേ അദ്ദേഹത്തിന് മേലെ നിൽക്കുന്നത് ഒരു സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ്, അല്ലെങ്കിൽ മതേതര പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ് എന്ന് പറയുന്ന നിലയ്ക്ക്. കാരണം ഇത്രയും നാൾ പിണറായി വിജയനായിരുന്നു ഗോഡ് ഫാദർ അല്ലേ? അന്ന് പറയുന്നത് ഉദയസൂര്യൻ എന്ന് പറഞ്ഞ ഉദയസൂര്യൻ അസ്തമിച്ചു എന്നാണ് ഈ പറഞ്ഞ PV അൻവർ പറഞ്ഞത്. ഇപ്പോൾ വേറൊരു ഉദയസൂര്യനെ, അവരെ ചിഹ്ന ഉദയസൂര്യനാണ്. ആ ഉദയസൂര്യനെ കാണാൻ വേണ്ടി PV അൻവർ പോവുകയാണ്. ഇപ്പോഴും നമ്മൾ ചോദിക്കുന്നത് എന്താണ്? ഇത് വ്യക്തിപരമായ സന്ദർശനമാണെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് വ്യക്തിപര സന്ദർശനം എന്ന് പറയുന്നതിന് കാരണമായിരിക്കുക? കാരണം ഇവിടെ നിന്നുള്ള എല്ലാ തടകളും അവിടെ അൻവർ ഒരാൾ മാത്രം ഇറങ്ങി നിന്ന് തടയേണ്ട ഇതിനെ. MK സ്റ്റാലിനുമായിട്ടുള്ള പിണറായി വിജയൻ്റെ ബന്ധം നമുക്കറിയാം. ആ ബന്ധം ഇവർ എല്ലാ രീതിയിലും തടയാൻ വേണ്ടി ശ്രമിക്കില്ലേ? ആ തടച്ചിൽ ഏതെങ്കിലും കാരണവശാൽ ഇന്ന് PV അൻവർ പ്രഖ്യാപിക്കുകയാണ് MK സ്റ്റാലിൻ നാളെ വരും, ഇന്ന് പ്രഖ്യാപിച്ചത് വെക്കുക. ഇവരുടെ തടയിലെങ്ങനെ നിന്നുപോയാലോ? എന്തെങ്കിലും ആ തടയിൽ നിന്നുപോയാൽ നാളെ രാവിലെ ആഘോഷിക്കാൻ പോകുന്നത് എന്താ? ഇന്നലെ അവിടെ ചെന്നിട്ട് DMK എടുത്തിട്ടില്ല എന്നുള്ളതല്ലേ പറയാൻ പോകുന്നത്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആലോചിച്ചിട്ടുണ്ടാവില്ലേ? പക്ഷേ അദ്ദേഹം നടത്തുന്ന ഒരു ശ്രമങ്ങളുണ്ടല്ലോ, ഇവിടുത്തെ ഇപ്പം അടുത്ത കാലത്തുണ്ടായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും അതിനു മേലെ ഇതുപോലെ ഒരു നീക്കം നടത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അടുത്ത കാലത്തൊന്നും നടത്തിയിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ PV അൻവറും DMK-യുമായിട്ടുള്ള ബന്ധം, ഈ
നിലമ്പൂർ മണ്ഡലം എന്ന് പറയുന്നത് ഗൂഡല്ലൂരുമായി ബന്ധപ്പെട്ട മണ്ഡലമാണ്. അവിടെ മുൻപുണ്ടായിരുന്ന CPM-ൻ്റെ MLA ആണ് അവിടെ പിന്നെ ഗൂഡല്ലൂർ ഉണ്ടായിരുന്നത് ആദ്യം കുറേ കാലങ്ങളോളം. അവിടെ CPM എത്ര ആൾക്കാർ CPM-മാരുണ്ടെന്നറിയോ? അവിടെ 10-25,000 വോട്ട് CPM-നുള്ള മണ്ഡലമാണ് പിന്നെ ഈ പറഞ്ഞ നിലമ്പൂർ നമ്മുടെ ഗൂഡല്ലൂർ ഊട്ടി മണ്ഡലം എന്ന് പറയുന്നത്. അവിടെയുള്ള CPM-കാർക്കും അവിടെയുള്ള രാജയ്ക്കും ഈ പറയുന്ന അൻവറിൻ്റെ പിന്നെ സപ്പോർട്ട് വളരെ ആവശ്യമാണ്. കാരണം അത്രയധികം നാടുകാണി ഗൂഡല്ലൂർ എന്ന് പറയുന്നത് തമിഴ്നാടുമായിട്ട് അത്ര ബന്ധം വെച്ച് പുലർത്തുന്ന സ്ഥലമാണ്. ഇന്ന് വേറൊരു ചാനലിലെ ചർച്ചയിൽ നമ്മുടെ സുഗുവിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ തമിഴ്നാടുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എത്ര ആൾക്കാർ കഴിഞ്ഞ പ്രാവശ്യത്തെ നിലമ്പൂർ പ്രോഗ്രാമിൽ പിന്നെ DMK-ൻ്റെ ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഞങ്ങളും നിലമ്പൂരും ഗൂഡല്ലൂരും നിലമ്പൂരും തമ്മിൽ ഞങ്ങൾ അത്ര ബന്ധമാണ്, ഇഷ്ടംപോലെ ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെയുള്ള നിലയ്ക്ക് PV അൻവർ ഉയർത്തുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇപ്പോൾ CPM-ന് ഉണ്ടാക്കുന്ന തലവേദന വലുതല്ല. ഈ PV അൻവറിൻ്റെ പാർട്ടി വിജയിക്കില്ലോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ എന്താണ് PV അൻവർ ഉയർത്തുന്ന രാഷ്ട്രീയമുണ്ടല്ലോ, ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ പറഞ്ഞ തൃശ്ശൂർ പൂരം കലക്കിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ അകത്ത് ഇപ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ അവിടെ 40 സീറ്റുള്ള DMK-ക്ക് 28 സീറ്റിൽ 23 സീറ്റിലാണ് DMK അവിടെ മത്സരിക്കുന്നത്. ബാക്കി മുഴുവൻ ബാക്കിയുള്ള പാർട്ടിക്ക് വീതം വെച്ച് കൊടുക്കുക. ഈ CPI-ക്ക് കൊടുത്തിട്ടുണ്ട്, ഈ CPM-ന് കൊടുത്തിട്ടുണ്ട്, മുസ്ലിം ലീഗിന് അവരെ കൊടുത്തിട്ടുണ്ട്, കോൺഗ്രസിന് 9 സീറ്റ് കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് കോൺഗ്രസ് 9 സീറ്റ് കൊടുക്കുന്നത്? കാരണം അവിടെ BJP-യുടെ കടന്നുകയറ്റം ഒരു കാരണവശാലും സമ്മതിക്കില്ല എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് സ്റ്റാലിൻ. ആ നിലപാട് എന്ന് പറയുന്നത് പിണറായി വിജയന് കേരളത്തിൽ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അൻവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് കേരളത്തിലെ മതേതര വിശ്വാസികൾക്കെല്ലാം മുന്നിൽ വിശ്വാസയോഗ്യമായ രാഷ്ട്രീയമല്ലേ? ആ രാഷ്ട്രീയത്തിന് CPM എന്ന് മറുപടി പറയും? ആ മറുപടിയിലാണ് ഇനി ഇരിക്കുന്നത് അവിടെ. അപ്പോൾ പറയുന്നത് എന്താണ്, ഈ SDPൻ്റെ രാഷ്ട്രീയം ജമാഅത്തെ ഇസ്ലാമിൻ്റെ രാഷ്ട്രീയം അതോടെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പം ഈ പറഞ്ഞ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ അകത്ത് ADGP അജിത് കുമാറിനെതിരെ ഇന്നും നടപടി സ്വീകരിച്ചിട്ടില്ലല്ലോ. ഈ സമയം ഇപ്പോൾ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞിട്ടും ഈ പറഞ്ഞ നടപടിയെടുക്കാൻ പറ്റില്ല. അതാണ് ഞാൻ 2 ദിവസം മുന്നേ മീറ്റ് ദ ജഡ്ജസിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഇത് എന്തിനാണ് ത്രിതല അന്വേഷണം? തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട അന്വേഷണം വേറെയാണ് നടക്കുന്നത്. ഇത് നീട്ടാൻ വേണ്ടി തന്നെയല്ലേ? അപ്പോൾ ഇതിന് മേലെ നടപടി സ്വീകരിച്ചാൽ ഈ 1.5 മാസം എന്തിന് സംരക്ഷിച്ചു എന്നുള്ളതിന് മറുപടി പറയണ്ടേ? പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പിന്നെ ADGP-യുമായി ബന്ധപ്പെട്ട RSS-ഉമായി ബന്ധപ്പെട്ട തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട കേസിൽ ഈ CPM-ഉം ഈ പറഞ്ഞ സർക്കാരും വെട്ടിലായി എന്നുള്ളതിന് ഒരു സംശയം വേണ്ട. ആ വെട്ടിലിൻ്റെ പിന്നെ ഗുണം ലഭിക്കാൻ പോകുന്നത് PV അൻവറിനാണ്. ഈ PV അൻവർ 1 ലക്ഷം ആൾക്കാർ PV അൻവർ നാളെ കാത്തിരുന്ന് കാണാം. ഈ 1 ലക്ഷം ആൾക്കാർ ഒരു മലപ്പുറം പോലെ ജില്ലയിൽ നിന്ന് പിന്നെ 30 അതായത് ഒരു മണ്ഡലത്തിലധികം ഒരു മണ്ഡലത്തിൻ്റെ വോട്ടർമാരിലധികം വരികയാണ് ഒരു പാർട്ടി പരിപാടിക്ക്. ഒരു പാർട്ടി അത് എവിടുന്ന് ആകാശത്തുനിന്ന് വരുമെന്നില്ലല്ലോ. ഈ പറഞ്ഞ നിലമ്പൂർ അത്രയും ആൾക്കാർ വന്നത് എവിടുന്ന? അതിപ്പോൾ നമുക്കിപ്പോൾ എന്ത് വേണമെങ്കിലും പറഞ്ഞുകൂടെയെന്നേ. അത് BJP-ക്കാരാണ്, അവർ UDF-കാരാണ്, അവർ മുസ്ലിം ലീഗുകാരാണ്, അവർ ജമാഅത്തെ ഇസ്ലാമിക്കാരാണെന്നൊക്കെ പറയാം. പക്ഷെ അതില്ല, ആരാണെങ്കിലും കേരളത്തിലെ ജനങ്ങളാണെന്നുള്ള ബോധ്യം CPM-ന് മനസ്സിലാക്കണം. ആരാണെന്നുള്ളത് ഈ സർക്കാർ മനസ്സിലാക്കണ്ടേ? അപ്പം ഇനിയും ഞാൻ വിചാരിക്കുന്നത് DMK-യുമായിട്ട് പിന്നെ PV അൻവർ ഉണ്ടാക്കുന്ന ഈ അലയൻസ് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ അലയൻസിനെ താങ്ങാൻ CPM-ന് മലപ്പുറത്ത് സാധിക്കില്ല. അതിനെ താങ്ങാൻ മലപ്പുറത്ത് സാധിക്കില്ല. പക്ഷേ ഇതിന് ഏതെങ്കിലും വീഴ്ച, അതായത് പാളിച്ച ഉണ്ടായാൽ, ആ പറയുന്ന സംവിധാനത്തിൽ പാളിച്ച ഉണ്ടായിട്ടുണ്ടാവുന്ന വീഴ്ച അൻവർ താങ്ങാൻ പറ്റില്ല. അപ്പം ഇനി ഒരു കാര്യം മനസ്സിലാക്കിക്കോളുക, ഇനിയെങ്കിലും ചോദ്യത്തിന് മറുപടി പറയാൻ CPM തയ്യാറാകണം. ചോദ്യത്തിന് മറുപടി കേരളത്തിലെ ഈ സർക്കാരിനെ തിരഞ്ഞെടുത്ത ജനങ്ങളുടെ ഒരു പിന്നെ മാൻഡേറ്റ് ഉണ്ടല്ലോ, അതിലാണല്ലോ ഒരു അധികാരത്തിലിരിക്കുന്നത്. അതിന് മറുപടി പറയണ്ടേ? അതിന് ഈ സർക്കാർ മറുപടി പറയണ്ടേ? അതിന് CPM മറുപടി പറയണ്ടേ? ആ മറുപടി പറയാൻ ഇനിയെങ്കിലും CPM തയ്യാറായിട്ടില്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഭവിഷ്യത്ത് ചെറുതായിരിക്കില്ല. അത് CPM-ന് താങ്ങാൻ പറ്റില്ല. അത് ഇനിയിപ്പോൾ നാളെ കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് PV അൻവറിൻ്റെ യോഗം കഴിഞ്ഞ് നമുക്ക് പറയാം. കാരണം എല്ലാ യോഗത്തിലും PV അൻവറിന് സസ്പെൻസ് ഉണ്ടല്ലോ, നാളെ ഉണ്ടാവും. നമുക്ക് നോക്കാം. ഉറപ്പായിട്ടും ചാണക Meet the editors.